എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് 5 വീഡിയോ എഡിറ്റേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വെച്ചാൽ 5 കിടിലം വീഡിയോ എഡിറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ആദ്യത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. ഡാവിഞ്ചി റിസോൾവ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടവരൊക്കെ അറിയാം, അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മാത്രമല്ല എല്ലാം കൂടി വരുന്ന ഒരു 3-in-1 സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂഷൻ ചെയ്യാം, കളർ ഗ്രേഡിങ് ചെയ്യാം, പിന്നെ കുറച്ചും കൂടി എഫക്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഡാവിഞ്ചി റിസോൾവ് ഒരു ഫ്രീ ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് ഞാൻ ഒന്ന് പറയാം. ഒരു 3-in-1 സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ 3-in-1 സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇത് ഹെവി ആണ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കുറഞ്ഞ കമ്പ്യൂട്ടറിലൊക്കെ ഇത് ഇടുകയാണെങ്കിൽ ലാഗാവും. ഈ റെൻഡറിങ്ങും എഡിറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ലാഗാവും, ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവും. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ ഡാവിഞ്ചി റിസോൾവ് 16 ആയിരുന്നു. അപ്പോൾ അതിൽ കയറ്റിയിട്ട് പോലും അത് ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവും. പക്ഷെ ഞാൻ 17 ഡൗൺലോഡ് ചെയ്തപ്പോൾ ഫുള്ളി ക്രാഷ് ആയിപ്പോയി. അപ്പോൾ 16 ആയപ്പോൾ പിന്നെയും കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചു. അപ്പോൾ അത് ഒരു ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഒരു i7 പ്രോസസ്സറോടെ മാത്രമേ അതിന് സ്മൂത്തായിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയൂ. 4GB കൂടുതലുള്ള ഗ്രാഫിക്സ് കാർഡിലേക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, ഡാവിഞ്ചി റിസോൾവ് 18 എന്ന് പറഞ്ഞ്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. നല്ലൊരു വീഡിയോ എഡിറ്ററാണ് പ്രീമിയർ പ്രോ. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, ഇത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് 1834 പെർ മന്ത് ആണ്. ഓരോ മാസവും 1834 റുപ്പീസാണ്. നമുക്കൊരു അഡോബിൻ്റെ സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. അപ്പം അതുകൊണ്ട് അഡോബിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസിനും പൈസ കൊടുക്കണം. ഇൻക്ലൂഡിങ് ഫോട്ടോഷോപ്പ്. പ്രീമിയർ പ്രോയിലുള്ള അത് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ നിങ്ങൾക്ക് പൈസ എടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. പിന്നെ അടുത്തത് ഫൈനൽ കട്ട് പ്രോ. നമുക്കറിയാം മാക്കിലുള്ള ഒരു വീഡിയോ എഡിറ്ററാണ് ഈ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. സോ ഈ സോഫ്റ്റ്വെയർ അത്യാവശ്യം ഒട്ടുമിക്ക സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ് ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. പക്ഷേ ഇത് മാക്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. വിൻഡോസിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുത്താൽ അങ്ങനൊരു ഇതാണ് ഫൈനൽ കട്ട് പ്രോ. ഇപ്പോൾ മാക്ക് കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഫൈനൽ കട്ട് പ്രോ അത് മതി. മാക്കാണ്, ഫൈനൽ കട്ട് പ്രോ ഉണ്ടോ, മതി. വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഫൈനൽ കട്ട് പ്രോനെ കുറിച്ച് കൂടുതൽ പറയാറുള്ളത്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് ക്ലിപ്ചാമ്പ്. ക്ലിപ്ചാമ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇടയ്ക്ക് ഏറ്റവും പുതിയൊരു സോഫ്റ്റ്വെയർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയർ ആണ് ക്ലിപ്ചാമ്പ്. ക്ലിപ്ചാമ്പ് ഞാൻ കുറച്ച് നാൾ ക്ലിപ്ചാമ്പ് ഉപയോഗിക്കുമായിരുന്നു. ചില വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ക്ലിപ്ചാമ്പിലാണ്. നല്ലൊരു വീഡിയോ എഡിറ്ററാണ്. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ടതൊന്നുമല്ല. ക്ലിപ്ചാമ്പ് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കിയത് എല്ലാ വിധമായ ഫെസിലിറ്റീസും ഈ ഒരു സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമുക്ക് ഉടനെ വരുന്നുണ്ട്. ക്ലിപ്ചാമ്പ് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിപ്ചാമ്പ് എന്ന് പറഞ്ഞ് ഗൂഗിളിലെ സൈറ്റിൽ പോയോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് അവിടെ പോയി ക്ലിപ്ചാമ്പ് അടിച്ചാൽ മതി. അടിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത്രയ്ക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ട്രൈ ചെയ്തിരിക്കണം. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഉടനെ ഇടുന്നത്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയറിൻ്റെ ഫിലിമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഓക്കെ, വണ്ടർഷെയർ ഫിലിമോറ. ഈ സോഫ്റ്റ്വെയർ നമുക്കറിയാം എല്ലാ വിധമായ ഫെസിലിറ്റീസും ഈ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. നമ്മൾ മുമ്പുള്ള സോഫ്റ്റ്വെയറുകളെ പോലെ തന്നെ നല്ലൊരു ഇതിനകത്ത് ഫെസിലിറ്റീസൊക്കെ കൂടുതലാണ്. നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബിസിനസ്സായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫിലിമോറ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മളിത് പുറകോട്ട് വലിപ്പിക്കും. അത് സോഫ്റ്റ്വെയർ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ പുറകോട്ട് വലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പൈസ. ഇത് ഫ്രീ, ടോട്ടലി ഫ്രീ സോഫ്റ്റ്വെയർ അല്ല.
നമുക്ക് വേണമെങ്കിൽ ട്രയലായിട്ട് 7 ദിവസം സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ എല്ലാ പെയ്ഡ് സോഫ്റ്റ്വെയർസും ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പെയ്ഡായിട്ട് ഇതും അതുപോലെ തന്നെ ഒരാഴ്ച ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണെങ്കിൽ 3668 പെർ ഇയർ, ഒരു വർഷമാണ് 3000 രൂപ. ഇനി ക്രോസ് പ്ലാറ്റ്ഫോം പ്ലാൻ ആണെങ്കിൽ 4891 പെർ ഇയർ. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ക്രോസ് പ്ലാറ്റ്ഫോം പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ കിട്ടാത്ത എല്ലാ ഇതിലും ക്രോസ് പ്ലാനിൽ കിട്ടും. പിന്നെ പ്രീപെയ്ഡ് പ്ലാൻ ആണെങ്കിൽ 6521.99 പൈസ. അത് പെർ ഇയർ ഒന്നും പറയാനില്ല, ഫുള്ളി ടോട്ടലായിരിക്കും. അപ്പം ഇതാണ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഇനി പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആകപ്പാട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു സോഫ്റ്റ്വെയർ ഞാൻ പറയാം, ക്ലിപ്ചാമ്പ്. 5 റിസോൾവ് ഫ്രീ ആണ് ഉപയോഗിക്കാം. പക്ഷെ അത്രയ്ക്ക് നല്ലൊരു സ്പെക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാമേജ് റിസോൾവ് ആയിരിക്കും സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്ലിപ്ചാമ്പ്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് സമയമൊക്കെ എടുത്ത് ആയിരിക്കും ചെയ്യേണ്ടത്. സോ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഫാനൊക്കെ ഇട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിപ്ചാമ്പിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അതുവരേക്കും